വെല്ലുവിളിക്കുന്നു. രാജാവ് ആ വെല്ലുവിളി സ്വീകരിക്കുകയും അവർ ആ ഒരു ചതുരംഗ പന്തയം വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ പന്തയത്തിൽ മുനി പാരിതോഷികമായിട്ട് ആവശ്യപ്പെട്ടത് ഒരു പിടി അരിയാണ്. അരി മാത്രം മതി എന്ന് പറയുന്നു. അങ്ങനെ അവർ കളിച്ചു. അവസാനം ഈ വൃദ്ധനായ മുനി ജയിക്കുകയാണ്. ജയിച്ചപ്പോൾ രാജാവ് പാരിതോഷികമായിട്ട് ഈ അരി കൊടുക്കുകയും ഈ അരി അദ്ദേഹം ചതുരംഗ പലകയിലേക്ക് വിതറുകയും ചെയ്തു അത്രേ. അപ്പോൾ തന്നെ ഈ അരി ഇരട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ ധാരാളം അരി ഇങ്ങനെ ഇരട്ടിച്ചു കൊണ്ടേയിരുന്നു. ഈ ഇരട്ടിച്ചു വന്ന അരി രാജാവിനെ തിരികെ ഏൽപ്പിച്ചുകൊണ്ട് ഇത് പാലും പഞ്ചസാരയും ചേർത്ത് വേവിച്ച് നാട്ടിലുള്ള പ്രജകൾക്കെല്ലാം വിതരണം ചെയ്യുവാൻ സന്യാസി ആവശ്യപ്പെട്ടു. ആ മുനി യഥാർത്ഥത്തിൽ കൃഷ്ണനായിരുന്നു. ആ രാജാവ് അമ്പലപ്പുഴ രാജാവും. ഇങ്ങനെയാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഐതിഹ്യം. പായസത്തിന് വ്യക്തമായ ചരിത്രരേഖകളൊന്നുമില്ലെങ്കിലും ഇന്ത്യയിലാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനമെന്ന് പാചകരേഖകളിൽ പറയുന്നുണ്ട്.